ഉയർപ്പ് ആറാം ഞായർ യോഹന്നാൻ 5:19 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്നവൻ ജീവിക്കും. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ വേണ്ടി അവിടുന്ന് പുത്രന് വരം നൽകിയിരിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിലെ പ്രധാന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന കർത്താവിൻ്റെ വാക്കുകളാണിവ. കർത്താവിൻ്റെ സ്വർഗ്ഗാരോഹണ തിരുനാളിന് മുമ്പുള്ള അവസാനത്തെ ഉയർപ്പ് ഞായറാഴ്ചയാണ് ഇന്ന്. കർത്താവിൻ്റെ മനസ്സിൽ 2 കാര്യങ്ങളാണ് ഉള്ളത്. അവിടുന്ന് തിരിച്ചെത്തുന്ന പിതാവിൻ്റെ സാന്നിധ്യവും അതേക്കുറിച്ചുള്ള ചിന്തയും, അതുപോലെ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന ഉയർപ്പും. ഈ 2 ആശയങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഉയർപ്പ് എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഉയർപ്പിലുള്ള പങ്കുപറ്റലാണ്. താൻ ഈ ലോകത്തിൽ നിന്നും കടന്നു പോകുമ്പോൾ തനിക്ക് പിന്നാലെ വരുന്നവരെയും മരണത്തിൽ നിന്നും ഉയർപ്പിക്കും. അവിടുത്തെ പിതാവ് അതിനായി അവിടുത്തെ ശക്തിപ്പെടുത്തി. ഉയർപ്പാണ് അവിടുന്ന് ഏവർക്കും നേടിക്കൊടുത്തത്. ഇന്നത്തെ സുവിശേഷത്തിലെ പ്രധാന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന കർത്താവിൻ്റെ വാക്കുകളാണ് നമ്മൾ ശ്രമിച്ചത്. ഉയർപ്പ് എന്ന് പറയുന്നത് നിത്യജീവിതത്തിലുള്ള പങ്കുപറ്റലാണ്. താൻ ഈ ലോകത്തിൽ നിന്നും കടന്നു പോകുമ്പോൾ തന്നിൽ വിശ്വസിച്ചവരെയും തൻ്റെ പിന്നാലെ വരുന്നവരെയും അവിടുന്ന് ഉയർപ്പിക്കും. ഈശോ ഏവർക്കും നൽകിയത് ഉയർപ്പാണ്. അങ്ങനെ മരണത്തെ അവിടുന്ന് കീഴടക്കി. അതിലൂടെ ഏവർക്കും ഉത്ഥാനത്തിലേക്ക് കടക്കുവാൻ സാധിക്കും. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ കാതലായ ആശയം. ഉയർപ്പിനോട് ഒരു പടി കൂടി നമ്മൾ അടുത്തിരിക്കുകയാണ് എന്ന ചിന്തയാണ് ഈ ഞായറാഴ്ച നമ്മെ നയിക്കേണ്ടത്. മരണമെന്ന നിഷേധാത്മകതയിൽ നിന്നുള്ള ആത്യന്തികമായ മോചനമാണ് ഇന്നത്തെ സുവിശേഷം പ്രഘോഷിക്കുന്നത്. ഒരുപാട് നിഷേധാത്മകതയിലാണ് നമ്മൾ കഴിയുന്നത്. അതിൻ്റെ പേരാണ് മരണം. മരണത്തെ മനസ്സുകൊണ്ട് കീഴടക്കുവാൻ സാധിക്കുന്നവർ ഇനിമേൽ നിഷേധാത്മകതയിൽ കുടുങ്ങിക്കിടക്കുകയില്ല. ജീവിതത്തെ നിരാശയിലേക്ക് നയിക്കുന്നതും ഇരുട്ടിൽ ആഴ്ത്തുന്നതും നമ്മുടെ ഉള്ളിലെ നിഷേധാത്മകതയാണ്. അതിൽ നിന്നുള്ള മോചനമാണ് ഉയർപ്പ്. അത് സാധ്യമാണെന്ന ബോധ്യം നമ്മൾ ഉണ്ടാകണം. ഉയർപ്പ് കൺമുമ്പിൽ കാണാത്ത ജീവിതം നിരാശയിൽ അവസാനിക്കുന്നു. ഉയർപ്പ് സമ്പൂർണ്ണമായ രൂപാന്തരപ്പെടലാണ്. പഴയതിനെയും പഴകുന്നതിനെയും വിട്ടുകളഞ്ഞ് ആകമാനം പുതുതാകുന്നതാണ് ഉയർപ്പിലൂടെയുള്ള രൂപാന്തരപ്പെടൽ. അത് ആത്യന്തികമായ കടന്നുപോകലിൻ്റെ വെളിപ്പെടുത്തൽ കൂടിയാണ്. നിത്യമായി നിലനിൽക്കുന്നതിൻ്റെ വെളിപ്പെടുത്തലാണത്. നമ്മൾ വിലപിടിപ്പുള്ളതായി കരുതുന്നവ കൈവിട്ടു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് നമുക്ക് ബോധ്യമാകുന്നു. ജീവിതത്തിൻ്റെ അർത്ഥം നിത്യതയാണ്. അർത്ഥം എന്ന വാക്കിൻ്റെ അർത്ഥം അതിൻ്റെ സത്തയാണ്. അർത്ഥം കണ്ടെത്തുമ്പോഴാണ് അത് ആ സത്തയുടെ വെളിപ്പെടുത്തലാകുന്നത്. അങ്ങനെ ഇന്നത്തെ സുവിശേഷം ജീവിതത്തിൻ്റെ പരിപൂർത്തിയുടെയും അർത്ഥത്തിൻ്റെയും വെളിപ്പെടുത്തൽ കൂടിയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ കർത്താവിൻ്റെ സ്വർഗ്ഗാരോഹണ തിരുനാൾ നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ ബോധ്യത്തിലേക്ക് നമ്മൾ ധ്യാനത്തിലൂടെയും ആത്മീയ അന്വേഷണത്തിലൂടെയും എത്തിച്ചേരണം. സ്വർഗ്ഗാരോഹണ തിരുനാളിനുള്ള തീക്ഷ്ണമായ ഒരുക്കം എവർക്കും ആശംസിക്കുന്നു. സ്വർഗദർശനത്തിനായി നമ്മുടെ ആന്തരിക കണ്ണുകൾ നമുക്ക് തുറക്കാം. സ്വർഗം അതിൻ്റെ ആഴമായ അർത്ഥത്തിലെല്ലാം ഉൾക്കൊള്ളുന്നു. നിത്യജീവൻ പിറക്കുന്നതിൻ്റെ അനുഭവവും ദർശനവുമാണത്. ഈ അനുഭവവും ഏവർക്കും ആശംസിക്കുന്നു.